مرحبا مرحبا شهر ربي مرحبا الصلاة والسلام عليك يا نبي مرحبا مرحبا شهر ربي مرحبا الصلاة والسلام عليك يا نبي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർലല്ലാഹ്. റബീഉ വസന്തത്തിൻ്റെ നിറശോഭയിൽ എങ്ങും ആനന്ദങ്ങൾ, ആഹ്ലാദങ്ങൾ, ആഘോഷങ്ങൾ. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് ഒരു പഴം കഴിക്കേണ്ടി വന്നതും അതിനെ തുടർന്നുകൊണ്ട് ഭൗതിക ലോകത്ത് വന്നതും, എന്നാൽ ആ പഴം കഴിച്ചതിൽ ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മാപ്പിനെ ചോദിച്ചതും പ്രസിദ്ധമായ ചരിത്രമാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണം. എന്നാൽ ആദം നബിയുടെ ഒരു ചോദ്യം, താങ്കൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. മറുപടി, അള്ളാഹുവേ, നീ എന്നെ സൃഷ്ടിക്കുകയും ആത്മാവ് എന്നിൽ ഊതുകയും ചെയ്തപ്പോൾ ഞാനൊന്ന് തല ഉയർത്തി നോക്കുകയുണ്ടായി. അപ്പോൾ അത് അർശിൻ്റെ തൂണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തിയത് എനിക്ക് കാണാൻ കഴിയും. ഇന്നക ലം തുസിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക. നിന്നിലേക്കൊരു പേര് ചേർത്ത് പറയണമെങ്കിൽ അത് നിനക്ക് സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടേതല്ലാതെ ഇരിക്കാൻ സാധ്യത. ഇങ്ങനെയാണത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, സദഖത യാ ആദം ഇന്നഹു അഹബ്ബുൽ ഖൽഖി ഇലയ്യ. ആദമേ, അങ്ങ് പറഞ്ഞ സത്യമാണ്. എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദ് സഅൽതനി ബിഹഖിഹി ഫഖദ് ഗഫർതു ലക. ആ പ്രവാചകൻ്റെ ഹക്ക് കൊണ്ടാണല്ലോ താങ്കൾ ചോദിച്ചത്, അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. വലൗലാ മുഹമ്മദ് മാ ഖലഖ്തുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ അങ്ങേ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. ഓഹോ, പ്രസിദ്ധമാണല്ലോ ഹദീസ്, ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂഗോളം ഒന്നും ഞാൻ സൃഷ്ടിക്കില്ല. അള്ളാഹുവിൻ്റെ ഒരു സന്ദേശമായ ഖുദ്സിയ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഈ ഭൂലോക സൃഷ്ടിപ്പിൻ്റെ കാരണഭൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്ത് സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ അമ്പിയാക്കന്മാരിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. എന്നല്ല, ആദ്യ പ്രവാചകമായ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വേളയിൽ തന്നെ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം ആദം നബി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകൻ്റെ ഉമ്മത്തികളാകാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. എത്ര സന്തോഷമാണ് നമുക്കതിൽ വേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അള്ളാഹുവിൻ്റെ ഫളൽ റഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിദാലിക ഫൽയഫ്റഹു. വിശ്വാസികൾ ആ റഹ്മത്ത് കൊണ്ടൊക്കെ സന്തോഷിക്കട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ള മുഴുവൻ ജനതയ്ക്കും റഹ്മത്ത് അനുഗ്രഹമായി കൊണ്ടാണ്. അപ്പോൾ അതിൽ സന്തോഷം എന്നത് ഈമാനിൻ്റെ ഘടകമാണ്, ഈമാനിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റബീഉ ആഗമന വേളയിൽ, അല്ലെങ്കിൽ ആഗമനത്തിന് മുമ്പ് തന്നെ ജനകോടികൾ ആവേശത്താൽ, അവരുടെ ഹൃദയത്തിൽ ആനന്ദത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി. ഗ്രാമങ്ങളും നഗരങ്ങളും ഓരങ്ങളും തീരങ്ങളും വിവിധങ്ങളായ അലങ്കാരങ്ങളും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ, മീലാദ് സമ്മേളനം, കോൺഫറൻസുകൾ, മൗലിദ് വേദികൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞൊരു സംഭവം കാണാമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ ശരീരം ഒഴിച്ച് ബാക്കി എല്ലാ വസ്തുക്കളെക്കാളും അങ്ങ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ തിരുത്തി, അങ്ങനെയല്ല വേണ്ടത്.
വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, അങ്ങയുടെ നഫ്സിനേക്കാൾ ശരീരത്തേക്കാൾ ഞാൻ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകണം. അപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നഹു അൽആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവേയാണ് തസ്ലീം, എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആൻ യാ ഉമർ, ഉമറെ ഇങ്ങനെയാണ് വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുകയും സ്വഹാബത്ത് ആ രീതിയിലാണല്ലോ പ്രവാചകനെ കണ്ടത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് കാണാം, മാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായി ആരുമില്ല എന്ന് പറയും. ഈ ഇഷ്ടം സഹാബിനെ കണ്ടുകൊണ്ട് ദീൻ പഠിക്കണമെന്നല്ലേ നമ്മോടുള്ള കൽപ്പന. അവർക്ക് നാളെ പരലോകത്ത് ചെന്നാലും മുത്തുനബിയെ കാണാം. അതിലെ തൗബാൻ റളിയല്ലാഹുവിൻ്റെ ദുഃഖം, എന്താ ദുഃഖം? അല്ലാഹുവിൻ്റെ പ്രവാചകർ ഇവിടെ അങ്ങേ കാണാൻ കഴിയുന്നു, നാളെ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ തന്നെ അങ്ങ് ഏതോ ഉന്നത പദവിയിൽ അങ്ങ് കാണാൻ കഴിയുമോ? അപ്പോഴാണ് ലോമയത്ത് ഇല്ലാഹു റസൂല ഫഉലൈക മഅല്ലദീന നിഅമ അല്ലാഹു അലൈഹിം മിൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂക്തത്തിൻ്റെ അവതരണം. അല്ലാഹുവിനെയും പ്രവാചകൻ അനുസരിച്ച് ജീവിച്ചാൽ അവരൊക്കെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരോടൊത്ത് സ്വർഗത്തിൽ ഒത്തുചേരും. അഥവാ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് കണ്ടുമുട്ടാൻ കഴിയും. ഇങ്ങനെ ഓരോ സഹാബിമാരിൽ പലരുടെയും ചരിത്രത്തിൽ ഈ ഒരു മോഹം കാണാം. റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉറക്കം വെച്ച് നബിതങ്ങൾക്ക് സേവനം ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് ഒളു ചെയ്യാൻ മറ്റു വെള്ളം കൊടുക്കുന്നു. നബിതങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി. റബിയ എന്താണ് വേണ്ടത് ചോദിക്കൂ. അപ്പോൾ എന്താണ് റബീഅത്ത് ചോദിച്ചത്? അസ്അലുക മുറാഫഖത ജന്ന, എനിക്ക് സ്വർഗം കിട്ടണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ ചെന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങയോടൊപ്പം എനിക്ക് സഹവസിച്ച് അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ സൗഭാഗ്യമുണ്ടാകണം. ഇതാണ് സ്വഹാബത്തിൻ്റെയൊക്കെ ആഗ്രഹമെങ്കിൽ ഇതാ വിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമുക്ക് ആ മുത്തനബിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടുന്ന് സ്വലാത്തുകളൊക്കെ ധാരാളം എപ്പോഴും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ അവിടുത്തെ സുന്നത്തുകളും വർദ്ധിപ്പിക്കണം. ഖാദി റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് നബിതങ്ങളെ ഫസാദിഖു ഫി ഹബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തദറു അലാമത്തു ദാലിക അലൈഹി, നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം അയാളിൽ കാണണം. വഅവ്വലു ഹാൽ ഇഖ്തിദാഉ ബിഹി, ഒന്ന് നബിതങ്ങളെ പിന്തുടരുക. വസ്തഇമാൽ ബിസുന്നത്തി, നബിതങ്ങളുടെ സുന്നത്ത് ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. വത്തിബാഉ അഖ്വാലി വഅഫ്ആലി, നബിതങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ അതിനെ അനുധാവനം ചെയ്യുക. വംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹി, നബിതങ്ങൾ കൽപ്പിച്ചത് ജീവിതത്തിൽ അനുസരിക്കണം, വിരോധിച്ചതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വതഅദ്ദബു ഫി ആദാബി ബിഇസ്രി വസ്രീം, സന്തോഷാവസരത്തിലും പ്രയാസകരമായ അവസരത്തിലും ആ അദബുകളൊക്കെ പാലിച്ച് ജീവിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ കാണാം അമിൻ അലാമത്തിഹി മാ കസറത്തി ദിക്രിഹി അലീമുഹു, നബിതങ്ങളെ ഉള്ള ആ ബഹുമാനം, അതുപോലെ തന്നെ നബിതങ്ങളെ കസറത്തു ദിക്രിഹി ലഹു, നബിതങ്ങളെ അനുസ്മരിക്കുക, അത് കൂടുതലാക്കുക എന്ന്. ഫമൻ അഹബ്ബ ഷൈഅൻ അക്തറ ദിക്റഹു, ഒരു വസ്തുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് ധാരാളമായി പറയുമല്ലോ. അതെ, ആ ഒരു പറച്ചിൽ, ആ ഒരു പ്രകീർത്തനമാണ് വിശുദ്ധ റബീഇൻ്റെ വസന്ത നാടുകളിൽ ആഗോള സകലം വിശ്വാസികൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ ആ മഹബത്തിൻ്റെ പ്രകടനമായി എപ്പോഴും അനുസ്മരണങ്ങൾ നടക്കും, പ്രകീർത്തനങ്ങൾ നടക്കും. ഒപ്പം അവിടുത്തെ ചര്യകൾ പിൻപറ്റാനും പരിശ്രമിക്കും. മർഫഅനാ ലക ദിക്റക്, അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സൂറത്ത് അലം നശ്റഹിൽ നബിതങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. അതിൽ വിശുദ്ധ സൂക്തം കാണാം, അങ്ങയെ അനുസ്മരിക്കൽ നാം വളരെ പുണ്യക്രമമായി പ്രഖ്യാപിച്ചു. അല്ലാഹുവിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇതാ ഈ വിശുദ്ധ റബീഉൽ അവ്വൽ സലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക, അതുപോലെ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, സാധുക്കളെ സംരക്ഷിക്കുക, സഹായികൾ പോലെയുള്ള തങ്ങൾക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ സജീവമായി ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കണം. ഫർള് പിന്നെ എന്തായാലും സമയം തെറ്റാതെ നിസ്കാരം നിർവഹിക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഒപ്പം ഫർളും സുന്നത്തുമായ കാര്യങ്ങളിലൊക്കെ ബദ്ധശ്രദ്ധരായി നമ്മുടെ കുടുംബങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന പവിത്ര ധന്യമായ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം നമുക്ക് സാധ്യമാക്കാൻ ഈ റബീഇൻ്റെ ധന്യ മുഹൂർത്തങ്ങൾ നമുക്കൊക്കെ ശ്രമിക്കാം, ബദ്ധശ്രദ്ധരാകാം, നമുക്ക് വിജയികളാകാം അനുരാഗത്തിലൂടെ.
അനുധാവനത്തിലൂടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.